ഇത് 11-ാം സ്കന്ധത്തിലെ 2-ാം അധ്യായത്തില് നമുക്ക് കാണാം ഭക്തിയുടെ 3 തലങ്ങൾ. ഇതിനെ പ്രാകൃത ഭക്തി, മധ്യമ ഭക്തി, ഉത്തമ ഭക്തി എന്ന് പറയും. ഏതൊക്കെയാണ്? പ്രാകൃത ഭക്തി, മധ്യമ ഭക്തി. 45, 46, 47 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. ഈ പ്രാകൃത ഭക്തി, മധ്യമ ഭക്തി, ഉത്തമ ഭക്തി, ഇതൊക്കെ മക്കൾക്കൊക്കെ ഇത്തിരി പറഞ്ഞു കൊടുത്താൽ നല്ലതാണ്. ഇതൊക്കെ ഈ പ്രാകൃത ഭക്തി എന്ന് പറയുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? 2-ാം അധ്യായത്തില് 42, 43, 44 ഒക്കെ ഇരിക്കണം തോന്നുന്നു. നോക്കാം. 2-ൽ 45, 46, 47. 47 അർച്ചായാം ഏവഹരയെ കാണുന്നുണ്ടോ? ശ്രദ്ധാമ്യാം പൂജാമ്യ ശ്രദ്ധേഹതേ ന തൽ ഭക്തേഷു ച അന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. അവിടെ പ്രാകൃത എന്നൊരു വാക്ക്, പ്രാകൃത സ്മൃത. ഈ ഭക്തി പ്രാകൃത ഭക്തിയാണ്. പ്രാകൃതം എന്ന് പറഞ്ഞാൽ, മലയാളത്തിലെ പ്രാകൃതം എന്ന് പറഞ്ഞാൽ സംസ്കാരമില്ലാത്തതെന്നൊക്കെയാണ്. പ്രാകൃതനാണെന്ന് പറഞ്ഞാൽ സംസ്കാരശൂന്യതയാണ് എന്ത് നമ്മൾ പറയാ? പ്രാകൃതൻ. ഇവിടെ അതല്ല അർത്ഥം. ഇവിടെ ബേസിക് എന്നർത്ഥം. ഒരു ബേസിക് ഭക്തിയാണ്. ബേസിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫൗണ്ടേഷനാണ്. ഇപ്പൊ എവിടുന്നാ തുടങ്ങുന്നത്? അർച്ചായാം ഏവഹരയെ. അർച്ചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തിൽ നമ്മൾ ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് വേണം ഭക്തി ആരംഭിക്കാൻ. കാരണം മനസ്സിനെ പെട്ടെന്ന് നമുക്ക് ഉള്ളിലുള്ള ഈശ്വര ബോധത്തിലേക്ക് ഉയർത്തൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തുടക്കത്തിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഏകാഗ്രമാക്കാൻ ഒരു വിഗ്രഹങ്ങൾ വേണം. അതുകൊണ്ട് വിഗ്രഹത്തിൽ നിന്ന് ആരംഭിക്കണം. എന്ത്? ഭക്തി. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി വിഗ്രഹങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളിലേക്കും ഓടി നടന്ന മനസ്സിനെ ഒരിടത്ത് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. ഉണ്ടോ? അതാണ് ഈ വിഗ്രഹങ്ങളുടെ ഒരു മഹത്വം. അപ്പൊ അർച്ചായാം ഏവഹരയെ. ഇനി എന്ത് ചെയ്യണം? വെറുതെ പോയി തൊഴുതാ പോരാ. പൂജാമ്യ ശ്രദ്ധേഹതേ. എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് നമ്മൾ പൂജിക്കണം. അപ്പൊ തിരുമേനി പുറത്ത് പൂജിക്കുമ്പോൾ നമ്മള് അകത്ത്, അവിടെ പൂജാരി പൂജിക്കുമ്പോൾ നമ്മളെവിടെ പൂജിക്കണം? അപ്പൊ പൂജിക്കണമെങ്കിൽ നമ്മളും എന്ത് ചൊല്ലേണ്ടതുണ്ട്? നമ്മളൊന്നും ചൊല്ലണ്ട. ഇപ്പൊ നാമം ചൊല്ലേണ്ടതുണ്ട്. നമ്മളും ജപിക്കണം. മനസ്സുകൊണ്ട് നമ്മൾ നാമം ജപിക്കണം. അതെടുത്തു പറഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരാളുടെ ഭക്തി ആരംഭിക്കുമ്പോൾ ആ ഭക്തിയുടെ പേര് പ്രാകൃത ഭക്തി. എന്താണ്? ഇനി അതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം 46 4 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം. ഈശ്വരേ തദീനേഷു ബാലിശേഷു ദിഷസ്സുച പ്രേമ മൈത്രി കൃപ ഉപേക്ഷ സ ഭക്ത മധ്യമ യക്കരുതി സമധ്യം. ഇത് മധ്യമ ഭക്തിയാണ്. അതായത് അടുത്ത തലത്തിലേക്ക് ഉയരും അവര്. ഇപ്പൊ എന്തൊക്കെയാ വേണ്ടത്? ഈ 4 വാക്കുകൾ ഓർത്താൽ മതി. പ്രേമ മൈത്രി കൃപ ഉപേക്ഷ. എന്തൊക്കെയാണ്? പ്രേമ മൈത്രി കൃപ ഉപേക്ഷ. ഇപ്പൊ പ്രേമം എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാവും. ഒരു കാമുക ബന്ധത്തിലൊരു തീവ്രമായ സ്മരണത്തെയാണ് എന്തു പറയാ? പ്രേമം എന്ന് പറയാം. ഇപ്പൊ തീവ്ര സ്മരണം, ഒരാളെ തീവ്രമായി സ്മരിക്കുക. എപ്പോഴും ഒരാളെ കുറിച്ചുള്ള സ്മരണ വരുമ്പോൾ അയാളോടുള്ളൊരു അടുപ്പം കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വേണം? ഭഗവാനോട് കൂടുതൽ അടുത്തൊരു സ്മരണം വരണം. അപ്പൊ അതിനാണ് ഓങ്കാരാദി മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത്. അപ്പൊ അതിന് ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ദിവസവും കുറച്ചു നേരം ഒരു 10-11 പ്രാവശ്യം ഓങ്കാരം ചൊല്ലി, നേരത്തെ പറഞ്ഞില്ലേ ഞാൻ വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലി, അങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലി 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 ശീലിക്കുമ്പോൾ ഈശ്വരനോടുള്ള ഒരടുപ്പം പറയൂ കൂടി വരും. അപ്പൊ പ്രേമം വന്നു. പിന്നെ മൈത്രി വേണം. മൈത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത്തരം സംസ്കാരങ്ങളുള്ള ആളുകളുമായിട്ടൊരു അടുപ്പം വേണം, കൂട്ടായ്മ വേണം. അതിന്റെ പേരാണ് സത്സംഗം എന്നുള്ളത്. ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു സത്സംഗ കൂട്ടായ്മകൾ വേണം. നിങ്ങൾ മക്കളെയൊക്കെ എങ്ങനെയാ കൊണ്ടുവരേണ്ടത്? പിന്നൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അത് ഇപ്പൊ ദൂരെയൊക്കെയാണ് മക്കളെന്നുണ്ടെങ്കിലും വൈകുന്നേരം ഇപ്പൊ നമുക്ക് വാട്സാപ്പുകളിലൂടെയൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യാം. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നിങ്ങൾക്ക് മക്കൾ അമേരിക്കയിലായാലും UK ഒരു നേരമൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ സംസാരിക്കാം, ഇല്ലയാ? ഉണ്ടോ ഇല്ലയോ? ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോ ഇവിടെ തന്നെയാണെങ്കിലും വീഡിയോ തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നോക്കൂ, വേണമെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു നാടുണ്ടാക്കിയെടുക്കാം. ഇപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവരും ഒന്നിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ, ഒരു 10 പേരെ വെച്ചിട്ട് അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നീടൊരു സത്സംഗ സംസ്കാരമായി മാറും. ഇപ്പൊ കേരളത്തിൽ തന്നെ ധാരാളം നാരായണീയ സമിതികളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആളുകൾ അതിലേക്ക് അങ്ങനെ ക്രമേണ വന്നതാണ്. അത് പണ്ട് ബോംബെയിൽ വെങ്കടേഷ് എന്നിട്ടൊരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് അത് ആരംഭിച്ചത്. അദ്ദേഹത്തിൽ നിന്നാണ് ഈ ആശയം വന്നത്. ഇങ്ങനെ നാരായണീയത്തെ നമുക്ക് പഠിക്കാൻ, പ്രചരിപ്പിക്കാം. അദ്ദേഹം ഒരു 4 പേരെ പഠിപ്പിക്കാൻ തുടങ്ങി ബോംബെയിൽ. അപ്പൊ ഈ നാരായണീയ പാരായണ കൾച്ചർ തുടങ്ങിയത് ഇവിടെ നിന്നല്ല, ബോംബെ നിന്നാണ്. കാരണം ഞാൻ ആ കാലത്തൊക്കെ ബോംബെയിലാണ്. അപ്പൊ ആ സമയത്ത് ഒരു പ്രോബബ്ലി ഒരു 10-15 വർഷം, അറിയുമല്ലോ, 10, 15, 16 വർഷം. അന്ന് ഈ വെങ്കടേഷിയുടെ അദ്ദേഹം അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നത് 80s ഉണ്ടാവും. 80 ഞാൻ കാണുന്ന കാലത്ത് തന്നെ 70s or 80s എല്ലാ വർഷവും ബോംബെയിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ചു. ആദ്യം 4 പേരെ പഠിപ്പിച്ചു, ആ 4 പേര് പിന്നെ കുറച്ച് പേരെ പഠിപ്പിച്ചു, അവര് വേറെ ഗ്രൂപ്പിനെ പഠിപ്പിച്ച്, അങ്ങനെയാണത് സ്പ്രെഡായത്. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വന്ന് ഇവര് വർഷത്തിൽ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിക്കും. അപ്പൊ ആദ്യമൊക്കെ ഒരു 10, 300, 400 പേരൊക്കെ വരും ഈ ഇതിനൊക്കെ. പിന്നീട് ഓരോ വർഷം 2 വർഷം കൂടുമ്പോൾ അവർ സമ്മേളനം നടത്തും ബോംബെയിൽ. ഒരു ലാസ്റ്റിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മേ ബി ഒരു 2000 ഒരു 18 19 ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2000 പേരൊക്കെ ഒന്നിച്ച് നാരായണീയം വായിക്കുക. അപ്പൊ അവിടെയൊക്കെ പ്രഭാഷണത്തിന് ഞാൻ പോകുന്ന സമയത്ത് ഈ നാരായണീയം പാരായണത്തിന്റെ ഇടയ്ക്ക് ഞാൻ ബോംബെയിലുള്ളപ്പം ഒരു ചെറിയ ടോക്കനൊക്കെ പോകും. അവിടെ ഇരുന്ന് അങ്ങോട്ട് പോരാന്നല്ല, അത്ര വൈബ്രേഷൻ അതങ്ങനെ ചൊല്ലി 2000 പേര് നാരായണീയം ചൊല്ലുമ്പോൾ ഉണ്ടാവുന്ന ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവുന്ന ഒരു വൈബ്രേഷൻ ഭയങ്കര ഒരു ഫീലിംഗ് ആണത്. അപ്പോ ഇങ്ങനെ കുറച്ചു പേരത് കേട്ട് അത് പ്രചരിപ്പിച്ച് അങ്ങനെയാണ് നമ്മുടെ സംസ്കൃതി വളർന്നത്. എനിക്ക് പറയാനുള്ള ഈ കുട്ടികളെ നമുക്ക് ഗീത പഠിച്ച് അവരെ കൊണ്ടത് പ്രചരിപ്പിക്കണം. ഒരു 10 കുട്ടികളെങ്കിലും നമ്മൾ ഗീത ടീച്ചേഴ്സാക്കി മാറ്റിയാൽ ഒരു വലിയ മാറ്റം ഹിന്ദു മതത്തിലുണ്ടാക്കാം. കാരണം ഇതുപോലൊരു ടെക്സ്റ്റ് ഇനി ലോകത്തിൽ ഉണ്ടാവാനില്ല. നിങ്ങൾക്കറിയോ, ഇന്ന് നമ്മുടെ ഇന്ത്യയില് ഇത് നിങ്ങൾ കുട്ടികളുടെ ഒക്കെ പറയണം, ഇന്ത്യയില് ഏറ്റവും ഒരു ടോപ്പ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, IIM എന്ന് പറയും. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഇപ്പൊ ഈ കാലിക്കറ്റില് ചാപ്റ്റർ കുറെ സ്ഥലങ്ങളുണ്ട്, അഹമ്മദാബാദ്, കാലിക്കറ്റ്, ഇങ്ങനെ പല സ്ഥലങ്ങൾ. അതില് ഒരു സബ്ജക്റ്റ് അവരിപ്പം ഗീതയാണ് ആക്കാൻ പോകുന്നത്. ഒരു വലിയൊരു പ്രൊഫസർ, അദ്ദേഹത്തിന്റെ പേര് ബാനർജി എന്നാണ്. കുട്ടികൾ നോക്കുകയാണെങ്കിൽ പുസ്തകം കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കണം, മേടിക്കണം, വായിക്കണം. 18 സ്റ്റെപ്സ് ടു ലീഡർഷിപ്പ് എന്നൊരു ബുക്കുണ്ട്. അത് IIM പ്രൊഫസർ എഴുതിയൊരു ബുക്കാണ്. ആ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഗീതയിൽ ഇത്രയും മാനേജ്മെന്റ് ടെക്നിക്സ്, എന്തൊരു വിഷനാണ് നോക്കൂ നിങ്ങൾ. എന്നാ ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹിന്ദു ജന്തു ആയി പോയല്ലോ എന്നുള്ളതാണ് കഷ്ടം. കാരണം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പരിചയങ്ങളില്ല. എന്നാ ഇവരൊക്കെ ഉണ്ടല്ലോ മോഡേൺ എഡ്യൂക്കേഷൻ അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ചു വന്നവരാണ്. എന്നിട്ട് അവസാനം എത്തുന്നത് ഗീതയിലേക്കാണ്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കുട്ടികളിൽ കുറച്ചെങ്കിലും പഠിപ്പിച്ച് അവരെ കൊണ്ട് ഇതിന്റെ പ്രചാരകന്മാരായി
മാറുമ്പോൾ ഒരു തലമുറയെ കുറെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറയൂ സാധിക്കും. ആ ഗീതയുടെ ഒരു സന്ദർഭം നോക്കൂ. യുദ്ധക്കളത്തിൽ തളരുന്ന അർജുനനെയാണ് കൃഷ്ണൻ മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും കർമ്മനിരതനാക്കുന്നത്. ആണോ? ആണോ? ഇന്ന് സമൂഹത്തിന് വേണ്ട ഒരു കാര്യമാണത്. അപ്പോ ജയിക്കാനുള്ള കഴിവുണ്ടായിട്ടും നോക്കണം, ജയിക്കാനുള്ള സകല കഴിവും ശക്തിയും ഉള്ളിലുണ്ടായിട്ടും ഒരാളിങ്ങനെ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക, മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. ആണോ ഇല്ലയോ? അപ്പൊ കഴിവ് പുറത്തുനിന്ന് കൊണ്ടുവന്നല്ല. കൃഷ്ണൻ ഒരു കഴിവും പുറത്തുനിന്ന് കൊണ്ടുവന്നല്ല. അർജുനന്റെ തലയിൽ കൈവച്ചിട്ട് കൃഷ്ണന്റെ കയ്യിൽ ആ എണ്ണയൊട്ടായിട്ടുമില്ല. കൃഷ്ണൻ കൺവിൻസ് ചെയ്തു. അർജുനന് ബോധ്യേ എന്റെ ഉള്ളിൽ ഈ ശക്തി ഉണ്ട്. അവസാനം അർജുനൻ പറയുന്നത് കൃഷ്ണനോട്, എന്റെ സംശയങ്ങളൊക്കെ തീർന്നു എന്നാണ്. ഇപ്പോൾ എനിക്ക് നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ ത്വൽപ്രസാദാൽമയാച്യുത ഗതോസ്മി ഗതസന്ദേഹ സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിൽ ജയിക്കാനുള്ള കഴിവും ശക്തിയുണ്ടെന്ന്. എന്റെ കൺഫ്യൂഷനൊക്കെ തീർന്നു, എന്റെ ഡെല്യൂഷൻ പോയി, എന്റെ കൺഫ്യൂഷൻ പോയി. ഞാൻ വളരെ കൺഫേംഡ് ആണപ്പോ, കോൺഫിഡന്റ് ആണപ്പോ. ഈ ശക്തി അർജുനന്റെ ഉള്ളിലുള്ളതിനെ കൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുത്ത് അർജുനനെ ഉണർത്തി. സത്യം പറഞ്ഞാൽ ഇന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മൂഡ് ഓഫ് ആയിരിക്കുന്ന അർജുനനെ പോലെയാണ് ഇന്ന് അനന്തശക്തിയും കഴിവുള്ള കുട്ടികൾ മൊബൈലിന്റെ അകത്ത് കുരുങ്ങി അവരവരുടെ കഴിവിനെ മറന്ന് ജീവിക്കുന്നത്. ആണോ? പറയൂ. അന്ന് അർജുനൻ യുദ്ധക്കളത്തിലാണെങ്കിൽ ഇന്ന് ഇവര് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈലിനോടാണ്. ആരുടെയൊക്കെയോ പോസ്റ്റുകൾ കണ്ട് അത് എന്റർടൈൻമെന്റ്, കുറെ വീഡിയോസും കണ്ട് സമയം പാസാക്കി സ്വന്തം കഴിവ് പോലും തിരിച്ചറിയാതെ അങ്ങനെ നല്ല ടൈമും ഊർജവും വേസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ കൂടുതലാണോ കുറവാണോ? പറയൂ. അപ്പൊ ജയിക്കാനുള്ള കഴിവ് മുഴുവൻ ഉള്ളിലുണ്ട്, പക്ഷെ അത് നഷ്ടപ്പെടുത്തും. അപ്പൊ ഈ ഗീതയൊക്കെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? വേണോ വേണ്ടയോ? അതൊക്കെ നിങ്ങൾ ഇവിടെയൊക്കെ നല്ലൊരു നോക്കൂ, ക്ഷേത്രം, സംവിധാനം, സൗകര്യങ്ങള് എന്തൊക്കെ ഉണ്ട് നോക്കൂ. പക്ഷെ ആരും ചെയ്യില്ല. ഒരു 10 കുട്ടികളുടെ കണ്ണ് തുറപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഈ നാട് എത്ര നന്നാക്കിയെടുക്കാം. സൗകര്യങ്ങളുടെ കുറവാണോ? സൗകര്യങ്ങൾ എന്തെങ്കിലും ഒരു കുറവുണ്ടോ? പക്ഷെ ചെയ്യാൻ ആരുമില്ല. അപ്പൊ നമ്മുടെ ഒരു ചിന്ത എന്താ? മക്കളെ എങ്ങനെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കണം. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെ പറഞ്ഞയച്ചോളൂ, പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് കുറെ കഴിഞ്ഞാൽ ഒരു സ്നേഹബന്ധം ഇല്ലാതെ പോയാൽ, മനസ്സിലായില്ലേ? നിങ്ങൾ പിന്നെ എന്തിനാ ജീവിച്ചത്? എന്തിനാണ് പ്രസവിച്ചത്? മനസ്സിലാവുണ്ടോ നിങ്ങൾ? ഇപ്പൊ ഈ ജർമ്മനിയിലോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്ന കുട്ടികൾ കുറെ കഴിഞ്ഞാൽ അവർ അവിടുത്തെ ഒരു കൾച്ചറിലേക്ക് പോയി, അങ്ങനെ അങ്ങോട്ട് പോയി ഇതൊക്കെ വിറ്റുപിറക്കി അവരങ്ങോട്ട് പോകും. നിങ്ങളുടെ ഒരു നല്ല ജീവിതം നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു, അവരവരുടെ സ്വാർത്ഥതയിൽ ജീവിച്ചു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോ മക്കളെയോ കിട്ടുന്നില്ല, എന്നാൽ നാട്ടിലുള്ള കുട്ടികളെങ്കിലും ഇതൊന്ന് പഠിപ്പിച്ചു വെച്ചാൽ അറ്റ്ലീസ്റ്റ് ചാവാ നേരത്ത് വല്ലവരും എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി അന്വേഷിക്കാനെങ്കിലും ഉണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ? മറ്റൊന്ന് മക്കളും ഉണ്ടാവില്ല, അവർക്കൊട്ട് സമയം ഉണ്ടാവില്ല. അവരൊരു ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് പറയും പൈസ ഞാൻ അയച്ചു തന്നതാണ്. നിങ്ങൾക്ക് ആശുപത്രികളോ ട്രീറ്റ്മെന്റോ ആവില്ല പിന്നെ ആവശ്യം. ഒന്ന് മിണ്ടി പറയാൻ പോലും ആളില്ലാതെ. മനസ്സിലാവുണ്ട് ഞാൻ പറയണത്? നിങ്ങളൊരു ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ പോയി നോക്കൂ. ഇനിയിപ്പോ അതാ വരാൻ പോണത്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പോകുന്നത് ഒരു ഓൾഡ് ഏജ് ഹബ്ബുകളിലേക്കാണ്. കാരണം 3 ലക്ഷം കുട്ടികളാണ് ഈ 2022 പോയത്. അപ്പൊ 3 ലക്ഷം കുട്ടികൾ ഈ കേരളത്തിൽ നിന്ന് പോയാൽ 8 ലക്ഷം കുട്ടികളാണ് ഇന്ത്യയിൽ നിന്ന് പോയത്. അതിൽ 3 ലക്ഷം കേരളത്തിൽ നിന്നാണ് പോണത്. കേരളത്തിന്റെ പോപ്പുലേഷൻ 3 കോടിയുള്ളൂ. 21 കോടിയും മറ്റുള്ള കോടികളൊക്കെ ഉള്ളിടത്തുനിന്ന് കുറച്ച് കുട്ടികളാണ് പോണം. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ, ഓരോ വർഷവും ഇത്ര ലക്ഷം പോയി കഴിഞ്ഞാൽ
പ്രായമുള്ളവരൊക്കെ ഇവിടെ അങ്ങനെ അടിഞ്ഞുകൂടും. ചെറുപ്പക്കാരൊക്കെ ഇവിടുന്ന് പറയും, ഒരു 5-6 കൊല്ലം കൊണ്ട് ഈ കേരളം എങ്ങനെയാവും? ഒരു വൃദ്ധസദനങ്ങളായി മാറും. അതിനിടയ്ക്ക് ഭർത്താവും മരിച്ചു, ഭാര്യമാരൊറ്റയ്ക്ക്. അപ്പം അമ്മയ്ക്ക് ജീവിക്കാൻ വയ്യ, ഒറ്റയ്ക്ക് വലിയ വീടും വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ മക്കള് പറയും, എന്നാൽ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയും. മനസ്സിലാവുണ്ടോ? കുറെ ഓൾഡ് ഏജ് ഹോമുകളാണ് ഒരു 10-15 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ വരാൻ പോകുന്നത്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എന്ന് നിങ്ങളുടെ കൺസേണേ അല്ല. കാരണം നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യം ചിന്തിക്കുന്നത്, നമ്മുടെ വീട്ടിലെ കാര്യം മാത്രമേ ചിന്തിക്കുന്നു. പിന്നെ എന്തെങ്കിലും ദുരിതം വന്നാൽ അവിടെ ഇങ്ങനെ ഇരുന്ന് അയവിറക്കി. കാരണം നമുക്ക് സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിപത്തി വളരെ ഹിന്ദുക്കൾക്ക് കുറവാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് സമൂഹത്തിനെ രക്ഷിക്കണം. ഇപ്പൊ എന്ത് വേണം? കുറച്ചു പേരെ ഗീത പറയൂ, നാമജപം, ഇതിനൊക്കെ നിങ്ങളൊന്ന് ഇറങ്ങിത്തിരിക്കുക. ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് മാത്രം. ഈവൺ നമുക്ക് ഇന്ന് സൂം മീറ്റിങ്ങിലൂടെയോ ഗൂഗിൾ പ്ലസിലൂടെയോ അങ്ങനെയും ചെയ്യാലോ. കാരണം നമുക്ക് ടെക്നോളജി വളരെ സൗകര്യമാണ്. മൊബൈലിൽ എല്ലാവർക്കും ഇപ്പം വീഡിയോയിൽ കാണാൻ പറ്റും. ഉണ്ടോ? അതിനെ പ്രയോജനപ്പെടുത്തണോ വേണ്ടേ? പറയൂ. അതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തണം. ഈ രീതിയിൽ ഒരു സമൂഹം വരട്ടെ. അപ്പൊ നമ്മൾ മധ്യമ ഭക്തി പറയുകയാണ്. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. അതിൽ മൈത്രി പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പ്രേമം എന്ന് പറഞ്ഞാൽ ധ്യാനം, മൈത്രി പറഞ്ഞാൽ സത്സംഗം. പിന്നെ പറയുന്നത് കൃപ. കൃപ വേണം. കൃപ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുണ്ടല്ലോ, സമൂഹത്തിൽ വളരെ ഒറ്റപ്പെട്ടൊക്കെ താമസിക്കുന്ന ആളുകള്, വിഷമത്തിൽ ജീവിക്കുന്നവരെ നമ്മളാലാവുന്ന വിധത്തിൽ സഹായിക്കാനുള്ളൊരു വിശാലത വേണം. അപ്പൊ നമ്മൾ അങ്ങോട്ട് സഹായിച്ചാലേ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ ഒരു നല്ല കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു സഹായത്തിനായിട്ട് ഉണ്ടാവും. അപ്പൊ ഇതുപോലെ ഇപ്പൊ സപ്താഹം നടക്കണം, നിങ്ങൾ അന്നദാനം നടത്തണം. അത് സമൂഹത്തിനോടുള്ളൊരു സേവനമാണത്. ഒരു സമൂഹത്തിന് കൊടുക്കാവുന്ന സേവനം. ഇങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കൃപ. 4-മത്തത് ഉപേക്ഷ. എന്താ ഉപേക്ഷ? ഉപേക്ഷിക്കുക തന്നെ. ആരെ ഉപേക്ഷിക്കുന്നത്? വീട്ടുകാരെയല്ല. ഇവിടെ ഉപേക്ഷിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ശീലങ്ങളെ ഉപേക്ഷിക്കണം. എന്താണ്? അതാണ് ഏറ്റവും പ്രയാസം. ഏത് ഉപേക്ഷിക്കാൻ? ഇപ്പൊ വൈകി എണീക്കുന്ന ഒരാൾ, ആ വൈകി എണീക്കുന്ന ശീലം ഉപേക്ഷിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആണോ? പറയൂ. ആ ഒരു ഗഡ്സ് ഡെവലപ്പ് ചെയ്യണം. നോക്കൂ, നിങ്ങൾ ഒരു എനർജിയിൽ നിന്ന് മറ്റൊരു എനർജിയിലേക്ക് മാറുന്നത്, വൺ ഫോം ഓഫ് എനർജി ക്യാൻ ചേഞ്ച് ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി. അത് വരുന്നത്, ആ ട്രാൻസ്മിഷൻ വരുന്നത്, ഒരു വെറുതെ ബാറ്ററി വെച്ചാൽ ട്രാൻസാക്ഷൻ ആവില്ല. അതിനെ നമ്മൾ ആക്റ്റീവ് ആക്കണം. ഒരു ബാറ്ററി വർക്ക് ചെയ്യിക്കുമ്പോഴാണ് ഒരു എനർജി മറ്റൊരു എനർജിയുമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ആക്ടിവിറ്റി കൊണ്ട് മാത്രമേ നമ്മളിലെ ദുർബലതകൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കൃത്യനിഷ്ഠ എന്നുള്ളത്. ഈ കൃത്യനിഷ്ഠ വന്നാൽ തന്നെ എനർജി ലെവൽ മാറി, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് മക്കൾ മാറി. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. രാവിലെ വൈകി എണീക്കുന്നതുണ്ടോ അതൊരു നല്ല ശീലമല്ല. അത് ബ്രെയിൻ സിസ്റ്റത്തെ മുഴുവൻ ഡള്ളാക്കി കളയും. അപ്പൊ അത് രാവിലെ എണീക്കുക എന്നത് ഒരു കോംപ്രമൈസ് ഇല്ലാതെ കൊണ്ട് നടക്കും. കൃത്യനിഷ്ഠ, പങ്ക്ച്വാലിറ്റി, അതൊരു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനം. അപ്പൊ ഈ ആലസ്യത്തെ ഉപേക്ഷിക്കണം. പിന്നെന്ത് വേണം? ഉപേക്ഷിക്കേണ്ടത് മനസ്സിന്റെ അസ്വസ്ഥതകളും മാറ്റണം. ആ അസ്വസ്ഥതകൾ മാറ്റാനാണ് ഈ ജപം. നിരന്തര ജപം ജപിച്ച് അത് മാറ്റണം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണാം വന്നു ചേരുന്നത്. ഒരു എനർജി ലെവൽ മാറിയാൽ തന്നെ ജീവിതത്തിൽ പുരോഗതിയും ഉന്നതിയും ഒക്കെ വന്നിട്ടുണ്ടാവും.
മനസ്സിലാവുണ്ടല്ലോ? ഇവിടെ ആരും ജീവിതത്തിൽ പരാജയപ്പെടാനില്ല. പക്ഷെ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ എനർജി ലെവൽ കുറവാണ്. അവരങ്ങനെ ഡള്ളായിട്ട് ജീവിച്ചു. ആ ഡള്ളായിട്ട് ജീവിക്കുമ്പോൾ ഒന്നും നല്ലത് കണ്ടെത്താൻ അവർക്ക് സാധിക്കില്ല. ഇപ്പൊ നമ്മളൊരു പോസിറ്റീവ് എനർജിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ നമ്മുടെ കണ്ണിൽ പെടും. അത് നിങ്ങൾ നോക്കൂ, കുട്ടികളോടൊന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. രാവിലെ എണീറ്റ് അവർ നാമം ജപിക്കുന്ന ശീലം. പത്രം എടുത്താൽ തന്നെ കാണുന്നത്, അവർ കാണുന്ന വാർത്തകളൊക്കെ അവർക്കുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇവിടുന്ന് ഒരു പയ്യൻ ദുബായിൽ പോയി. ഞാനന്ന് ദുബായിൽ ഫംഗ്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞ് ജോലിയൊന്നും കിട്ടുന്നില്ല. അവൻ M.Tech ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അത് നല്ല പ്രസ്റ്റീജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ട് വെല്ലൂർ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചു വന്ന പയ്യനാണ്. അപ്പം വളരെ പ്രസ്റ്റീജിയസ് എഞ്ചിനീയറിംഗ് കോളേജ്. ജോലി കിട്ടുന്നില്ല. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു, ഞാൻ പലതും അപ്ലൈ ചെയ്തൊന്നും നേരെയാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എപ്പോഴാണ് എണീക്കുക? അപ്പൊ വൈകി എണീക്കുന്നൊക്കെ സ്വഭാവമാണ്, ശീലങ്ങൾ അങ്ങനെയാണ്. ഒരു മാസം ഇത്ര മണിക്ക് എണീറ്റ് ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ നിനക്കൊരു ജോലി റെഡിയാവും, അതിലുള്ള ഒരാളെ ഞാൻ ഏർപ്പാടാക്കി തരാമെന്ന്. അതേ അവിടുത്തെ വലിയ റിക്രൂട്ടറാണ്. ഞാൻ വെറുതെ അടിച്ചു വിട്ടതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു, ബ്ലഫ് ചെയ്തു. ഒരു അറിയുന്ന ഒരാളുണ്ട്, ഞാൻ പറഞ്ഞയക്കാം, നീ ഇത്രയും ചെയ്യണമെന്ന്. ടോപ്പ് ജോലി നിനക്ക് കിട്ടും. ഇവൻ പറഞ്ഞങ്ങോട്ട് ചെയ്തു. കാരണം ഇവനെന്തോ വിചാരം ഒരാളെ കിട്ടും, ജോലി കിട്ടുന്ന. പറഞ്ഞ പോലെ തന്നെ രാവിലെ എണീക്കലും ഈ പറഞ്ഞ നാമജപവും അതുപോലെ തന്നെ ദേവീ മഹാത്മ്യത്തിലെ 11-ാമത്തെയും കുറച്ചധികം വർക്ക് കൊടുത്തു ഞാനവന്. അങ്ങനെ ജപിച്ച് ഒരു മാസം വേണ്ടി വന്നില്ല. ഇവനെ തന്നെ ഒരു കമ്പനി റിക്രൂട്ട് ചെയ്തു. എവിടെയോ ഇവൻ ഫ്രണ്ട്സിനോട് സംസാരിക്കും, പറഞ്ഞു ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്തു. ഉടനെ അവൻ അപ്ലൈ ചെയ്തു. അവനെ കിട്ടി ഇന്റർവ്യൂവിൽ. അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞു, മറ്റേ ആളെ എന്നെ കണക്ട് ചെയ്യണ്ട, എനിക്ക് ജോലി കിട്ടിയെന്ന്. നന്നായി. അതങ്ങനെ കണക്ട് ചെയ്യാൻ ഒരാളെ എൻ്റെ ഇല്ല. പറയണ ആ ഒരു എനർജി മാറുമ്പോൾ തടസ്സങ്ങളെല്ലാം കണ്ട് മാറിക്കിട്ടുകയാണ്. ഇങ്ങനെ എല്ലാ കുട്ടികളും പരിശീലിച്ചാൽ എന്ത് തടസ്സമുള്ളത്? ജോലി കിട്ടി, കല്യാണം നടന്നു, കുടുംബം പോയി. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് ഈ 2 വാക്കുകൾ, ഒന്ന് കൃത്യനിഷ്ഠ, 2 അനുഷ്ഠാനം. ഇതില്ലെങ്കിൽ നിങ്ങൾ ഇനി എവിടെ പോയിട്ടും കാര്യമില്ല. അത് അടിസ്ഥാനമാണ്. ഉപേക്ഷ, ആലസ്യവും വിടണം, മനസ്സിന്റെ അനാവശ്യ ചിന്തകൾ, അസ്വസ്ഥതകളും വിടണം. എല്ലാറ്റിനും ഒരു വഴിയുണ്ട്. എല്ലാറ്റിനും ഒരു വഴിയുണ്ട്. ഞാൻ പണ്ട് ഭാഗവത സപ്താഹം നടത്തിയിരുന്നു ഗുരുവായൂരിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ, അമ്പലത്തിന്റെ നേരെ മുന്നിൽ, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവിടെ റിട്ടയേർഡ് മാഷുണ്ട്, ഒരു ഗോപാലൻ മാഷ്, ഗോപാലൻകുട്ടി മാഷ് എന്നാണ്. അപ്പൊ മാഷ് വളരെ ആക്റ്റീവാണ് ഈ സപ്താഹത്തിൽ. അപ്പൊ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും മാഷ്ക്ക് ഇത്തിരി കാത് കേൾക്കില്ല, കുറവാണ്. അപ്പൊ ഗോപാലൻകുട്ടി മാഷോട് പറഞ്ഞു, മാഷേ നമുക്കിത്തിരി നെയ്യൊക്കെ വേണമല്ലോ അവിടെ, ഇപ്പൊ ശരിയാക്കി തരാം. പിന്നെ മാഷെ വഴിക്ക് കാണില്ല. എന്ത് ചോദിച്ചാലും മാഷ്ക്ക് ഇല്ല എന്നുള്ളൊരു ഉത്തരമില്ല. എന്തും പറയാ, ഇപ്പൊ ശരിയാക്കി തരാം. ഇനിയിപ്പോ മാഷോട് കുടുംബകാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ അമ്മയൊക്കെ ഇവിടെ, വൈഫ് എവിടെ, വൈഫ് ഒന്നും ഇപ്പൊ ശരിയാക്കി തരാന്നാണ്. കാരണം എന്താ പറയണത് എന്നുള്ളത് കേൾക്കണില്ല, അടിച്ചു വിടുക തന്നെയാണ്. പക്ഷെ ആളുടെ ഒരു വാക്ക് ശരിയാണ്. എന്ത്? ഇപ്പൊ ശരിയാക്കി തരാം. അത് ആരെങ്കിലും ശരിയാക്കിയിട്ടുണ്ടാവും. ആ വാക്കിന്റെ തന്നെ ഒരു ശക്തി. എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ആരോടെങ്കിലും പറയാനൊന്നുമില്ല, ഒറ്റയടിയാണ്. എന്ത്? അങ്ങോട്ട് ശരിയാക്കി തരാം. ആരെങ്കിലും ശരിയാക്കിയിട്ടുണ്ടാവും. അത് കേൾക്കുമ്പോഴേ പറയുന്ന ആൾക്കൊരു സന്തോഷമാണ്. വന്നോ വന്നില്ലേ എന്നുള്ള കുഴപ്പമില്ല. കാരണം ഇതൊരു ഏറ്റെടുത്ത ഒരാള് ഇപ്പം ശരിയാക്കി തരുമല്ലോ എന്നുള്ളൊരു, ഇപ്പൊ നിങ്ങളൊരു സാധനം വേണം, ഒരു ഇത്തിരി എണ്ണ വേണം, ഒരാളോട് ഇപ്പൊ ശരിയാക്കി തരാം, പകുതി സമാധാനമായോ. പിന്നെ എണ്ണ വന്നു വന്നില്ലേ എന്നുള്ള വേറെ കാര്യം. പക്ഷെ കേൾക്കുമ്പോ തന്നെ മനസ്സിനൊരു സമാധാനം. അവസാനം ഞങ്ങൾ മാഷ്ക്ക് പേര് കൊടുത്തു, ഇപ്പൊ ശരിയാക്കി തരാൻ. കാരണം മാഷ അങ്ങനെ ശീലിച്ച് പാവം അങ്ങനെ മരിക്കുകയും ചെയ്തു മനുഷ്യൻ. ഒരു വളരെ പോസിറ്റീവായിട്ട്.
അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിനെ രൂപപ്പെടുത്തുന്നു, ജീവിതം അങ്ങനെ ആയിത്തീരും. ഇന്നത്തെ ശ്രദ്ധിക്കുക, ഈ അമ്മമാരാണ് കുട്ടികളെ നശിപ്പിക്കുന്നത്. ഇന്നത്തെ മനസ്സാണ് നാളത്തെ ജീവിതത്തിന്റെ ഉയർച്ചയും വിജയവും നിശ്ചയിക്കുന്നത്. ഇന്നത്തെ മനസ്സാണ് നാളത്തെ ജീവിതത്തിന്റെ വിജയവും ഉയർച്ചയും തീരുമാനം. എന്നത്തെ മനസ്സ്? ഇന്ന് മനസ്സ് ഡള്ളാണെങ്കിൽ നാളത്തെ വിജയവും ഉയർച്ചയും അവർക്ക് നഷ്ടപ്പെടും. ഒരു സംശയം വേണ്ട. ഇന്ന് മനസ്സ് ഊർജമുണ്ടെങ്കിലേ നാളെ ഒരു വാഴ വെച്ച് അത് വളർന്നാലല്ലേ കൊലയ്ക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ വളർച്ചയല്ലേ നാളത്തെ നല്ലൊരു കൊലയെ രൂപപ്പെടുത്തുന്നത്. ആണോ? എനിക്ക് വലിയൊരു വാഴക്കൊല വേണം, ഒരു തുള്ളി വെള്ളം ഒഴുകില്ലേ വളവിടില്ലേ. എന്ത് വാഴക്കൊലയെ പ്രതീക്ഷിക്കുന്നത്? മനസ്സിലായില്ലേ? വേറൊന്നിനും ഉപകരിക്കില്ല. അപ്പം നാളെ നല്ലൊരു വിളവ് കിട്ടണമെങ്കിൽ ഇന്നതിന് വളവും വെള്ളമൊക്കെ കൊടുക്കണം. വേണോ വേണ്ടയോ? നിങ്ങൾ ചില തെങ്ങൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനാവുന്ന കാലത്തൊന്നും ശ്രദ്ധിക്കില്ല, അതിങ്ങനെ പോളിയോ ബാധിച്ച പോലെ വളരും. പിന്നെ അതിന്ന് എന്ത് തെങ്ങിന്റെ കൊലയെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതിന്നുണ്ടാവുന്ന തേങ്ങയോ ഒരു ഉപകാരത്തിന് പറ്റാത്ത ഇങ്ങനെ ചെറിയ മുട്ട പോലത്തെ തേങ്ങ കണ്ടില്ലേ നിങ്ങള്? അപ്പൊ അതിന് നല്ല തുടമുള്ള നല്ല ഉഗ്രം തേങ്ങ കിട്ടണമെങ്കിൽ അതിന് വേണ്ട വളമൊക്കെ. അത് ഇന്നിട്ടുന്നതല്ലേ നാളത്തെ തേങ്ങയായി മാറുന്നത്. ആണോ? ഇതുപോലെയാണ് ഇന്ന് ജീവിതം അച്ചടക്കമുണ്ടെങ്കിൽ നാളെ വിജയവുമുണ്ട്, ഉയർച്ചയുണ്ട്. ഇപ്പൊ നമ്മളെന്താ തീരുമാനിക്കുന്നത്? ഇന്നും കിടന്നുറങ്ങി നാളെ വിജയം വേണമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് കിടന്നുറങ്ങി ഇന്ന് അലസനായിട്ട് നാളെ എന്ത് ഉയർച്ചയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നാളെ എന്ത് വിജയമാണ് പ്രതീക്ഷിക്കുന്നത്? തെങ്ങിന്റെ കാര്യത്തിൽ നമുക്കറിയാം എന്നിട്ടാലേ നാളെ കിട്ടുള്ളൂ. മനുഷ്യന്റെ കാര്യത്തിൽ മാത്രം ഇന്ന് അലസൻ നാളെ വിജയോ? അതെന്ത് പണിയാ? ഇമ്പോസിബിളാണ്. ഇന്ന് മെനക്കെട്ടാലേ അപ്പൊ അതിന് ആദ്യം കുട്ടികളെ പരിശീലിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും 5 മണിക്ക് കിടന്നുറങ്ങുന്ന ഒരു വീട് ഉണ്ടാകരുത്. അങ്ങനെയൊക്കെയുള്ള വീടുകൾ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്കിവിടെ? പറ്റുമോ? അതാണ്, നിങ്ങളൊക്കെ നിസ്സഹായരാണ്. എങ്ങാനും നിങ്ങൾ എണീപ്പിക്കാൻ പോയാൽ പിന്നെ നിങ്ങൾ കിടപ്പിലാണ്. ഇപ്പൊ രാവിലെ എണീപ്പിച്ച് അമ്പലത്തിൽ പോയി ശീലിപ്പിച്ച് പഴയ കാലത്തുള്ള അമ്മമാരൊക്കെ അങ്ങനെ ചെയ്താ ശീലിച്ചത്. നിങ്ങളുടെ അമ്മമാരൊക്കെ രക്ഷപ്പെട്ടത് അവരുടെ അമ്മമാര്, മുത്തശ്ശിമാർ അവരെ പരിശീലിപ്പിച്ചുകൊണ്ടാണ്. ആണോ അല്ലയോ? അത് അന്നത്തെ കാലത്ത് പിന്നെ പരിശീലിക്കേണ്ട കാര്യമില്ല. കാരണം 5 വട്ടം പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 മണിക്ക് എണീറ്റ് തുടങ്ങിയാലേ വീട്ടിൽ വല്ലതും ആവുള്ളൂ. ഇതിപ്പോ ആകെ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ 8 മണിക്ക് എണീറ്റാലും മതി. പിന്നെ അന്നാണെങ്കിൽ ആ ഒരു ഒടുക്കത്തെ ഫ്രിഡ്ജും ഉണ്ടായിരുന്നില്ല. ഇതാണെങ്കിൽ ഇന്നലത്തെ ഇഡ്ഡലിയും മിനിയാന്നത്തെ മാവും ഓരോ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴേ സൂക്ഷിക്കണം. എന്നോട് ചോദിച്ചൊരു വീട്ടിൽ ചെന്നിട്ട് പഴം കൂട്ടാൻ ഇഷ്ടമാണോന്ന്. ഞാൻ വിചാരിച്ചല്ല പഴം കൂട്ടാനൊക്കെ ആയിരിക്കുന്നത്. കൊണ്ട് വിളമ്പിട്ടാ പറയണത് 3 ദിവസത്തെ പഴക്കമുള്ളൂ എന്ന്. പഴയ കൂട്ടാനാണേ. ഈ പെട്ടി കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇന്നിപ്പോ എളുപ്പമാണെല്ലാം. പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ. ഇനി ഒന്നുമില്ലെങ്കിലും ഈ കുട്ടിക്ക് വേണ്ടുന്ന മാഗി പൊട്ടിച്ചിട്ടാൽ 2 മിനിറ്റുള്ളിൽ ഭക്ഷണമായി. അത് ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ സാൻഡ്വിച്ച് അതൊക്കെ വേണ്ടത്. അപ്പൊ ദോശ ഇഡ്ഡലിയൊന്നും അവർക്കൊട്ടും താല്പര്യമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കോംപ്രമൈസ് ചെയ്തു, ഒരു സമൂഹം വഴിതെറ്റി. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ ആയതിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ട്. പിന്നെ ഇപ്പൊ ആരല്ല, മകനല്ല, മരുമകളല്ല, ആരായാലും ശരി, രാവിലെ 5 മണിക്ക് എണീച്ച് അമ്പലത്തിൽ പോകുന്ന ഒരു സംസ്കാരം നമ്മൾ അങ്ങോട്ട് തുടങ്ങി വെക്കൂ. ഒരു സമൂഹം രക്ഷപ്പെടും. മനസ്സിലാവുണ്ടോ നിക്ക്? വിട്ടുവീഴ്ച ചെയ്തു നല്ലൊരു കഴിവുള്ള ഒരാളെ നിങ്ങൾക്ക് കഴിവ് കെട്ടവനായി
ഭാഗ്യം കെട്ടവരായി ആക്കിയെടുക്കാം. ഇതൊക്കെ സയൻസാണ് ഈ പറയുന്നത്. ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളാം. അപ്പൊ പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. ഇനി അടുത്തൊരു തലമുണ്ട്, അതാണ് ഉത്തമ ഭക്തി. ആ ഉത്തമ ഭക്തി എന്നത് പ്രാക്ടീസിലൂടെ മാത്രം അനുഭവത്തിൽ വരുന്ന ഒരു സ്റ്റേജാണ്. ഏത്? ഉത്തമ ഭക്തി. അപ്പൊ ഒരാൾക്ക് ഉറപ്പ് വരും, എന്റെ ഉള്ളിൽ തന്നെയാണ് ആര്? ഭഗവാൻ. ഒരു സംശയമില്ലാതെ വരും. ഒരു സംശയമില്ലാതെ വരും. അത്ര ഒരു ഉറപ്പ് വരും. അത് ഈ ജന്മം തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് ഭാഗവതം ഉറപ്പു തരികയാണ്. പക്ഷെ അതിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ മനസ്സിനെ പാകപ്പെടുത്തി പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. ഉറപ്പു തരികയാണ്. പക്ഷെ പടി എപ്പോഴേ ശിവനെ കാണാൻ പറ്റുള്ളൂ? പടി 6 കടക്ക് തന്നെയാണ്. നമ്മൾ 1ാമത്തെ പടി തന്നെ കയറാത്ത ഒരാൾക്ക് ഇങ്ങനെ ശിവനെ കാണാൻ പറ്റുക? അപ്പം ഒരു പടിയിൽ നിന്നും അടുത്ത പടിയിലേക്ക് കയറി പോയാൽ ശിവനെ കാണും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അഭിപ്രകാരം പറഞ്ഞിവിടെ നിർത്താം.